മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലഡൽഫിയ മാപ്പിൻ്റെ നേതൃത്വത്തിൽ NK പ്രേമചന്ദ്രൻ MP-ക്ക് സ്വീകരണം നൽകി. ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു NK പ്രേമചന്ദ്രൻ. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ NK പ്രേമചന്ദ്രൻ സാറിനോടുള്ള നന്ദിയും സ്നേഹാധിക്കാണ്. ഒരുപാട് സംഘടനകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മാപ്പ് പ്രസിഡന്റ് അനൂസ് കറിയ അധ്യക്ഷത വഹിച്ചു. ഞാൻ 2017 മാപ്പ് എന്ന സംഘടനയുടെ പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നത്. യോഹന്നാൻ ശങ്കരത്തിൽ, ജനറൽ സെക്രട്ടറി തോമസ് ചാണ്ടി എന്നിവർ സംസാരിച്ചു. ഈ സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രേമചന്ദ്രൻ സാറിനെ അറിയാം. ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഫിലഡൽഫിയയിലുള്ള സുഹൃത്തുക്കളെ പലരുടെയും പേരെടുത്ത് പറഞ്ഞു. ഇപ്പം പുതിയ തലമുറയൊക്കെയാണ് മാപ്പിൽ, പഴയ ആൾക്കാരുണ്ട്. സാർ എന്നോട് പറഞ്ഞു എനിക്ക് തീർച്ചയായിട്ടും ഫിലഡൽഫിയയിൽ വരണം എന്ന് ഇങ്ങോട്ട് സാർ ആവശ്യപ്പെട്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ നടത്താൻ പ്ലാൻ ചെയ്തത്. ഇതൊരു ചുരുങ്ങിയ സമയത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഇതുവരെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോർ ഫോർകാസ്റ്റിംഗ് മൺസൂൺ എന്നുള്ള ഒരു പദ്ധതിയിൽ കേരളം ഇതുവരെ ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 2016 തൊട്ട് കേന്ദ്രം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചേരണം എന്ന് സംസ്ഥാനം കൂടെ പറയുന്ന ഒരു കാര്യത്തിൽ ഇതുവരെ കേരളം ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആര് ചെയ്തത് ശരി ആര് ചെയ്തത് തെറ്റെന്നുള്ളതിനേക്കാൾ ഉപരി കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ പ്രവാസികളായിട്ടുള്ള നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റെ അകത്ത് പങ്കുവഹിക്കുവാനുണ്ട്. അമേരിക്കൻ മലയാളികൾക്ക് പൊതുവെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും സ്നേഹത്തോടെ ആദരവോടുകൂടി സ്വീകരിക്കുന്ന ഒരു മലയാളി സമൂഹം കേരളത്തിന് പുറത്തുണ്ടെങ്കിൽ അത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. പ്രേമേന്ദ്രനെ പോലുള്ള ആള് പാർലമെന്റിൽ ഉണ്ടായിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ എല്ലാം നിലനിൽപ്പിന്റെ ആവശ്യമാണ്. തമിഴ്നാട്ടിലെ 5 ജില്ലകൾക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഡാമിൻ്റെ ബലക്ഷയത്തെക്കുറിച്ച് ഒരു 2-3 പതിറ്റാണ്ടുകളായിട്ട് ആളുകൾ എന്നും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ ഇന്നേ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സുപ്രീം കോടതി വിധികൾ പലപ്പോഴും കേരളത്തിന് അനുകൂലമല്ല, മറിച്ച് തമിഴ്നാടിന് അനുകൂലമായിട്ടാണ് വരുന്നത്. കേരളത്തിലെ പ്രളയക്കെടുതിയെക്കുറിച്ചും തുടർന്നുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും MP സംസാരിച്ചു. പുതിയ തലമുറയിലേക്കുള്ള അധികാര കൈമാറ്റം, ട്രാൻസിഷൻ ഓഫ് പവേഴ്സ്, അത് ഇതിനകം നടന്നു കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ മാപ്പിന്റെ ഏറ്റവും ഗുണകരമായ വളർച്ചയായി, പുരോഗതിയായി ഞാൻ വിലയിരുത്തുന്നത് അത് തന്നെയാണ്. ഒരു വലിയ സന്ദേശം കേരള സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിനും പ്രളയം നൽകുന്നുണ്ട്. ആ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്ട് മാത്രമാണ് വിശദീകരിക്കാൻ പ്രധാനമായും ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ജാതി മത സാമുദായിക രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് മാനവികതയാണ് ഏറ്റവും മഹത്തരമെന്ന ഉജ്ജ്വലമായ ഒരു സന്ദേശം കേരളത്തിന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. തങ്ങളുടെ ജീവൻ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ത്യാഗനിർഭരമായ ഒരു പ്രവർത്തനത്തിന് മത്സ്യത്തൊഴിലാളികൾ നേതൃത്വം കൊടുത്തത്. 5-അംഗ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടാണ് 2014 വീണ്ടും സേഫാണ് എന്ന് കോടതി പറയാൻ കാരണം. ആ കോടതി തന്നെ പറയുന്നു, ഇനിയും ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ് ഏജൻസിയെ വെച്ച് ഡാം സേഫ്റ്റി പരിശോധിക്കാമെന്ന് പറഞ്ഞപ്പോൾ കേരളം സത്യത്തിൽ അതിനെ അനുകൂലിക്കുകയും ഒരു ഇന്റർനാഷണൽ ബോഡിയെ, ഇന്റർനാഷണൽ കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ ഏജൻസി ഫോർ ഡീകമ്മീഷനിങ് ഓഫ് ഡാംസ് ഉണ്ട്, ഒരുപാട് ഏജൻസീസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഡാം സുരക്ഷിതമാണെന്ന് സുപ്രീം കോടതിയുടെ അന്തിമ കണ്ടെത്തൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു പരീക്ഷണ പരിശോധന കൂടി നടത്തുന്നതിന് നമുക്ക് എന്താ നഷ്ടം? എനിക്ക് ഈ അവസരത്തിൽ ഗവൺമെന്റിനോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്, മുല്ലപ്പെരിയാർ പ്രശ്നം കേരളം ഇന്നലകളിൽ ഉന്നയിച്ച ആശങ്കയും ഉത്കണ്ഠയും 100% ശരിയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് 2018 ഉണ്ടായിട്ടുള്ള പ്രളയവും പ്രളയ അനുഭവങ്ങളും കേരളം മുന്നോട്ട് വച്ച വാദഗതികളെ 100% സ്ഥിരീകരിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ഈ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ജാഗ്രതയോടുകൂടി സംസ്ഥാന സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഭരണഘടനാ വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെ അഭിമാനബോധത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ബഹുസ്വരതയുടെ സംസ്കാരത്തെ ഇത്രയും പരിരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടന ലോകത്ത് മറ്റൊന്നില്ല. ന്യൂനപക്ഷാവകാശങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പരിരക്ഷ, അത് മതപരമായ ന്യൂനപക്ഷങ്ങൾക്കും ഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾക്കും പരിരക്ഷ, പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സുരക്ഷിത സംവിധാനം, അങ്ങനെ എല്ലാ സാമൂഹ്യ നീതിയും ഉറപ്പുവരുത്താൻ പര്യാപ്തമായിട്ടുള്ള ബഹുസ്വരതയുടെ സംസ്കാരത്തിന്റെ അടിത്തറയിൽ ഉയർത്തപ്പെട്ട ഒരു മതേതര ജനാധിപത്യ ഭരണഘടനയിൽ ഇതെല്ലാം പറയുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഒരിടവേള കൂടി.
Are you looking for cheap flights? Or planning a dream vacation? Well, guess what? Book a Trip is here to offer excellent flights and great vacations at the best price. Instead of spending hours searching, get flights and vacations of your choice with great savings in just a matter of seconds. Log on to Book a Trip, type in your destination, your travel date. Book a Trip shows you more than 700 airlines and allows you to choose your favorite holiday package from the Caribbean cruises to the Alps. Or speak to our experts. Call 972-456-9999 to get exclusive deals. Oh, great, my coffee's still hot. That's all it takes. So, where are you traveling next? Travel for less? bookatrip.com. Business owners everywhere have called this brand new $1 million office complex a once-in-a-lifetime opportunity. You can now have access to this exclusive office space in a community with multi-billion-dollar tenants. This incredible deal is brought to you by the prestigious T.C. Chaco Family Organization of Dallas. Specializing in real estate development, the T.C. Chaco Organization builds millions of dollars in prime real estate covering the Texas area. നമസ്കാരം. ഞാൻ ശിവഗിരി മഠത്തിൽ നിന്നും ഗുരുപ്രസാദ് സ്വാമികൾ. ശിവഗിരി മഠത്തിൻ്റെ മഹിതമായ തത്വദർശനം ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ടെക്സാസിലെ ഡാളസിൽ ഒരു ആശ്രമ സമുച്ചയം സമാരംഭിക്കുകയാണ്. അതിന് എല്ലാ നല്ലവരായ സജ്ജനങ്ങളുടെയും നിസ്സീമമായ സഹായ സഹകരണം മഠത്തിനു വേണ്ടി സാദരം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പ്രണാമം.